വീണ്ടും ആശങ്കയേറ്റി അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വാർത്തകൾ കൂടി വരികയാണ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച പാലക്കാട് പട്ടാമ്പി സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നിലവിൽ 11 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം രോഗം ബാധിച്ച് 17 പേരാണ് മരിച്ചത്. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന കേസുകൾ, അത് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന കാണുന്ന ആളുകളിലൊക്കെ ആശങ്കയുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിലവിൽ 11 പേർ തന്നെ ചികിത്സയിലുണ്ട്. 17 പേർ രോഗം ബാധിച്ച് ഈ വർഷം മാത്രം മരിച്ചു എന്ന് പറയുന്നത് ആശങ്കാജനകമായ ഒരു കണക്ക് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ, നിലവിലെ അവസ്ഥ എന്തൊക്കെയാണ് അനീസ്? ജിൽസി, നിലവിൽ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ 11 പേർ ചികിത്സയിലുണ്ട്. 17 പേർ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുമുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് നിലവിൽ സ്ഥിതി ആശങ്കാജനകമല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള രോഗം ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 27-കാരന് രോഗം സ്ഥിരീകരിച്ചത്. 37-കാരന് രോഗം സ്ഥിരീകരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നിലവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അദ്ദേഹം പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. പ്രദേശത്തെ ഒരു ക്ഷേത്രകുളത്തിൽ 2 മാസം മുമ്പ് അദ്ദേഹം കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. അതിനെ തുടർന്ന് പക്ഷേ രോഗം ഭേദമാകാത്തതിനെ തുടർന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നില തൃപ്തികരമാണ്, ആരോഗ്യാവസ്ഥ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നിലവിൽ ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച ആളുകളും വലിയ തോതിൽ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായതൊക്കെ നമ്മുടെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 11 പേരാണ് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്.